ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ദേവി ഗോമതി സ്റ്റോഴ്സ് തലകുത്തി വെക്കുന്ന രീതിയിലാക്കിയിട്ടാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്യണത്. ആകാശിനെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകാശിനോട് പറയണ്ട്, അതെ ആകാശ്, കറക്റ്റ് സമയത്ത് കടയിൽ വരാൻ പറ്റുമെങ്കിൽ മാത്രം വന്നാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ആകാശ് വരണ്ട, എവിടെ വെച്ചാൽ പോയിക്കോ, ആ ദിവസത്തെ ശമ്പളവും തരില്ല എന്ന് പറയാണ്. ആകാശാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. ശേഷം കടയിൽ ഓരോരോ കസ്റ്റമേഴ്സ് വരുമ്പോൾ ദേവി ഓരോ നല്ല നല്ല രീതിയിൽ ഡീലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ആകാശിനോട് പറയുന്നുണ്ട്, കസ്റ്റമേഴ്സ് ഇല്ലാത്ത സമയത്ത്, ആകാശേ, ഈ കടയിൽ നമുക്ക് ചെറിയൊരു മാറ്റം വരുത്തണം. ആ പാക്കറ്റുകളൊക്കെ അവിടെ ഇവിടെയും കിടക്കുന്ന കണ്ടില്ല, അതൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് നല്ല രീതിയിൽ അടക്കി പിടിച്ചു വെക്കണം എന്ന് പറയണം. ആകാശ് പറഞ്ഞിട്ടോ, അങ്ങനൊന്നും ചെയ്യേണ്ട ദേവിയെടുത്തി, അച്ഛനതൊന്നും ഇഷ്ടാവില്ല കേട്ടോ. ആര് പറഞ്ഞു ഇഷ്ടാവില്ലെന്ന്? കട കാണുമ്പോഴേ ഒരു ഐശ്വര്യമൊക്കെ വേണ്ടേ? സാധനങ്ങളൊക്കെ നല്ല അടക്കി പെറുക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും, ആൾക്കാർക്ക് മേടിക്കാൻ തന്നെ തോന്നും. ഞാനൊക്കെ ചെറുപ്പത്തിൽ കടയിൽ പോകുമ്പോഴേ ആകാശേ, കടകളിൽ ഇങ്ങനെ അടക്കി വെച്ചേക്കുന്ന സാധനം കാണുമ്പോൾ തന്നെ എന്തൊരു ഇഷ്ടമാണെന്നറിയാവോ, എന്തൊരു സന്തോഷമാണെന്നറിയാവോ. അതുപോലെ നമുക്കും വെക്കണ്ടേ? ആകാശിച്ചേ വാ, ഞാനും സഹായിക്കാമെന്ന് പറയാണ് ദേവിയെടുത്തി. അത് വേണ്ട, അച്ഛൻ ഓരോരോ സാധനങ്ങൾ ഓരോരോ സ്ഥലത്താണ് വെച്ചേക്കുന്നത്, അത് മാറ്റാൻ പറ്റുമെന്നില്ല. ആകാശെ, ബാലച്ചനോട് ഞാൻ പറഞ്ഞോളാം, ആകാശ് വാ എന്ന് പറഞ്ഞിട്ട് സാധനങ്ങളൊക്കെ അടക്കി പിറക്കി വെക്കാണ്. ആ സമയത്ത് ആകാശ് ചോദിക്കണ്ട, എല്ലാ ദേവിയെടുത്തി, മുമ്പൊരു ദിവസേ കട അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോഴേ, പരിഷ്കാരം വരുത്താൻ വേണ്ടി ഞാൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴേ ദേവിയെടുത്തിയായിരുന്നു ഏറ്റവും കൂടുതൽ എതിർത്തത്. എന്നിട്ട് ദേവിയെടുത്ത് തന്നെ ഇപ്പൊ കടയിൽ മാറ്റങ്ങളൊക്കെ വരുത്തുന്ന കാര്യത്തെ കുറിച്ച് പറയുന്നു. എന്ന് പറയുമ്പോൾ ദേവി പറയണ്ട്, എന്റെ ആകാശെ, ആകാശ് പറഞ്ഞ മാറ്റം എന്ന് പറഞ്ഞത് കട തന്നെ മാറ്റുന്ന രീതിയിലുള്ള മാറ്റമാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് കടയിൽ കച്ചവടം വരാനും ആ സാധനങ്ങളൊക്കെ അത് വൃത്തിയും വെടുപ്പായിട്ട് വെക്കാനും കടയിലെ കച്ചവടം കൂടാനും ഈ കട തന്നെ നിലനിർത്തിക്കൊണ്ടുള്ള മാർഗമാണ് ഞാൻ പറയുന്നത്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് ആകാശെ എന്നൊക്കെ പറയണം. ആ സമയത്ത് ഒരു കസ്റ്റമർ അവിടേക്ക് വരുന്നുണ്ട്. ആ ഉഴുന്നുപരിപ്പും അതുപോലെ തന്നെ പയറും എന്നൊക്കെ പറഞ്ഞ് വരുവാട്ടോ. ദേവി അപ്പൊ നോക്കുമ്പോഴേക്കും ആ ചേച്ചിയുടെ കയ്യിൽ ഒരു കുഞ്ഞുണ്ട് കേട്ടോ, ഒരു ചെറിയ കൊച്ചുണ്ട്, 3-4 വയസ്സുള്ള. അപ്പൊ ആ കൊച്ചിനെ പിടിച്ച് മേശപ്പുറത്ത് ഇരുത്താണ്. എന്നിട്ട് ആ ദേവി ആ കൊച്ചിനോട് ചോദിക്കുന്നുണ്ട്, മോന്റെ പേരെന്താ? ഋതു. ഋതുമോൻ. ആഹാ, നല്ല സൂപ്പർ പേരാണല്ലോ മോനെ. മോനെ ബിസ്ക്കറ്റ് ഇഷ്ടമാണ്? ഇഷ്ടമാണ് എന്ന് പറയുമ്പോ ദേവി അവിടെ നിന്ന് 5 രൂപയുടെ ചെറിയ ബിസ്ക്കറ്റ് എടുത്ത് ആ കുട്ടിക്ക് കൊടുക്കാട്ടോ. അപ്പൊ ആ ചേച്ചി എത്ര രൂപ എന്ന് പറയുമ്പോ ദേവി 120 രൂപ എന്ന് പറയുമ്പോ, അല്ല ബിസ്ക്കറ്റിന്റെ പൈസ കൂടി കൂട്ടിയോ? അത് വേണ്ട, അത് എന്റെ വക, ഋതുമോനെ ഫ്രീ. അയ്യോ അത് ശരിയാവില്ല, ബാലേട്ടൻ അറിഞ്ഞ ഇഷ്ടാവില്ല എന്ന് പറയുമ്പോഴേക്കും കസ്റ്റമർ പറയുമ്പോഴേക്കും ദേവി പറയണ്ട, അതൊക്കെ ഞാൻ പറഞ്ഞോളാം. നോക്ക് ബാലച്ചൻ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല, നല്ല മനുഷ്യനാ. എന്നാലും ബിസ്ക്കറ്റ് ഞാൻ സ്നേഹത്തോടെ ഋതുമോനെ കൊടുത്തല്ലേ, ചേച്ചി പോയിട്ട് വാ എന്ന് പറയാണ്. അങ്ങനെ ആ കുഞ്ഞിനെയും കൊണ്ട് അവരത് പോകണം. അവർക്ക് ഭയങ്കര സന്തോഷമാവാട്ടോ. അവർ പോയിക്കുമ്പോഴേക്കും ആകാശം വന്നിട്ട് ദേവിയെടുത്ത് പറയണ്ട, ദേവിയെടുത്ത് ഇതൊന്നും ശരിയാവില്ല കേട്ടോ. എന്ത്? അല്ല, കസ്റ്റമേഴ്സിന് ഇങ്ങനെ വെറുതെ സാധനങ്ങൾ എടുത്തു കൊടുക്കാൻ പറ്റുമൊന്നുമില്ലെന്ന് പറയാണ്. അതെന്താ? അത് ഞാനൊരു ചെറിയ ബിസ്ക്കറ്റില്ല കൊച്ചിനെ കൊടുത്തുള്ളൂ. അച്ഛനറിയാൻ ഇതൊന്നും ഇഷ്ടപ്പെടില്ല. നമ്മൾ കടയിൽ കച്ചവടം നടത്താതെ നമുക്ക് ലാഭം ഉണ്ടാക്കാനാ, കസ്റ്റമേഴ്സിന് ലാഭം ഉണ്ടാക്കാനല്ല. എന്റെ ആകാശേ, ആ കൊച്ചിന് ബിസ്ക്കറ്റ് വേണമെന്നുണ്ടായിരുന്നു. ആ കൊച്ചിന് ആ ബിസ്ക്കറ്റ് ഇട്ടപ്പോ സന്തോഷം കണ്ടില്ലേ? ആ പൈസ വേണ്ടാന്ന് പറഞ്ഞപ്പോ ആ ചേച്ചിയുടെ സന്തോഷം കണ്ടില്ലേ? ഒരു 5 രൂപയുടെ ബിസ്ക്കറ്റ് അല്ലേ? അത് ബാലച്ചനടുത്ത് പറയേണ്ട രീതി ഞാൻ പറഞ്ഞോളാം. കാര്യങ്ങൾ പറയേണ്ട രീതി പറഞ്ഞ ബാലച്ചനെല്ലാം മനസ്സിലാവും. അത് ദേവിയെടുത്ത് പറഞ്ഞ ശരിയാ. ദേവിയെടുത്ത് എന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് ആനന്ദേട്ടനെ കൊണ്ട് കെട്ടിച്ച പെണ്ണല്ലേ, അതുകൊണ്ട് ദേവിയെടുത്തിട്ട് വലിയ കാര്യോ അച്ഛന്. പക്ഷേ മിത്രടുത്ത് മീനാക്ഷി എടുത്ത് അങ്ങനെയല്ല, ഞാനും ആകാശം കൊണ്ടുവന്നതല്ലേ, അതുകൊണ്ട് അവർക്ക് വലിയ മതിപ്പൊന്നും കാണിക്കുന്നില്ല. ആകാശ് പറഞ്ഞ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലായി, എനിക്ക് കുഴപ്പമൊന്നുമില്ല ആകാശ് എന്ന് പറഞ്ഞു. അല്ല ദേവിയെടുത്തി, ഞാൻ ദേവിയെടുത്തി വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ കേട്ടോ. ഓ, എനിക്ക് വിഷമമൊന്നുമില്ലെന്നേ, ഈ കാര്യങ്ങൾക്കൊക്കെ എന്തിനാ വിഷമിക്കണത് എന്നൊക്കെ ദേവി പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് രാമേട്ടൻ വന്നിട്ട് ദേവിയെടുത്ത് ആകാശിനോട് പറയണ്ട, നോക്ക്, നിങ്ങൾ തമ്മിൽ വീട്ടിലോ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. ഒരിക്കലും അത് കടയിൽ വന്ന് ഡിസ്കസ് ചെയ്യാൻ പാടില്ല. അതൊരു നെഗറ്റീവ് എനർജിയാണ്. കടയിലെ കാര്യം, ബിസിനസിന്റെ കാര്യം, കടയിലെ കച്ചവടത്തിന്റെ കാര്യം, ഉള്ളി മുളക് തുടങ്ങിയ കാര്യങ്ങൾ അതൊക്കെ പറയണതാ നല്ലത്. അല്ലെങ്കിൽ മനസ്സിന് സന്തോഷമുള്ള കാര്യങ്ങൾ, അല്ലാതെ വഴക്കും വക്കാണോ ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ കടയുടെ ഐശ്വര്യക്കേടാ, വരുന്ന കസ്റ്റമേഴ്സിന് അതൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കേണ്ട കേട്ടോ എന്ന് പറയുമ്പോൾ ദേവി പറയട്ടെ, അത് രാമേട്ടൻ പറഞ്ഞ ശരിയാ, ശരി, ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിക്കില്ല എന്ന് ദേവി പറയാണ്. അങ്ങനെ ആകാശാണെങ്കിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രാമേട്ടൻ വീണ്ടും ദേവിയുടെ അടുത്തേക്ക് വരുവാട്ടോ. അതെ ദേവി മോളെ, ഉരുളക്കിഴങ്ങും സവാളയും തീരാനായി ആ ഡീലറെ വിളിച്ചിട്ട് ഒന്ന് പറ, എത്രയും പെട്ടെന്ന് സാധനം എത്തിക്കാനായിട്ട്. എന്റെ രാമേട്ട, ഉരുളക്കിഴങ്ങും സവാളയും തീരാനായോ? അതേ മോളെ തീരാനായി, നാളെ കൊടുക്കാൻ ഒന്നും ഉണ്ടാവില്ല, മോളെ ഡീലറെ വിളിച്ചു പറ. അതിനെതിരെ വിളിച്ചു പറയണത് ആകാശ് ഉണ്ടല്ലോ, ആകാശ് പോയി പറഞ്ഞോളും. ആകാശേ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കാണ്. എന്താ ദേവിയെടുത്തി? ആ ഡീലറെ കണ്ടിട്ട് ഒന്ന് പറ, ഉരുളക്കിഴങ്ങും സവാളയും തീർന്നോ, ഇനിയിപ്പൊ തന്നില്ല എന്നാണെങ്കിൽ വേറെ ഡീലറെ നോക്കുമെന്ന്. അതെന്തിനാ വിളിച്ചു പറഞ്ഞാ പോരെ? അതൊന്നും പറ്റില്ല, ആകാശ് നേരിട്ട് പോയി പറ. നേരിട്ട് പറഞ്ഞാലേ ആൾക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുള്ളൂ. അവിടെ പോയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ ഡീൽ ചെയ്തോളാം എന്ന് ദേവി പറയാണ്. ഓ ദേവിയെടുത്തി, അത് വിളിച്ചു പറഞ്ഞ കാര്യമുള്ളൂ, ആകാശ് എപ്പോയി പറയാൻ നോക്ക്. അതൊരു പറഞ്ഞോട് കുഴപ്പമൊന്നുമില്ല രാമേട്ട, ഒരു കുഴപ്പമില്ല മോളെ എന്ന് പറയാണ്. അങ്ങനെ ആകാശിനെ നട്ടുച്ച വെയിലത്ത് ദേവി കടയെന്ന് ആ ഡീലറെ കാണാൻ വേണ്ടി വിടും കേട്ടോ. ആകാശ് പിന്നെ എന്തെങ്കിലും ആവട്ടെ അവിടെ നിന്ന് പോകുന്നുണ്ട്.
അങ്ങനെ പോകുന്ന വഴിക്ക് ആകാശ് ധർമ്മനെ കാണുന്നു കേട്ടോ. ആ മാമനത് എവിടെ പോയിരിക്കായിരുന്നു? ആ ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്ത് പോയതാടാ. അല്ല കടയിലേക്ക് വരാതിരിക്കണേ നല്ലത്. കടയിലെ ഭയങ്കര ഭരണമാ. ആര്? ദേവിയോ? അതെ. എന്ത് പറയാനാ, അവസരം കിട്ടി ചെയ്ത പോലെ അവരൊരുന്ന് ചെയ്യണത്. അല്ല നീ ഇപ്പൊ എങ്ങോട്ടേക്കാ പോണത്? അതോ ആ ഡീലറിന്റെ അടുത്ത് ഉരുളക്കിഴങ്ങും സവാളയും തീർന്നെന്ന് പറയാൻ അത് വിളിച്ചു പറഞ്ഞാ പോരെ? അവിടെ വരെ പോകേണ്ട കാര്യമുണ്ടോ? ഇതേ ദേവി മുതലാളിയുടെ ഓർഡറാണ്. അവിടെ പോയി നേരിട്ട് പോയി പറയണോന്ന്. ഓരോരോ പരിഷ്കാരങ്ങളെ കട അവിടെ തലതിരിച്ചാ വെക്കണത്. കട പേടിച്ചു കുലുങ്ങും ആ ദേവി എടുത്തിനെ കണ്ടിട്ട്. ഇതിനേക്കാളും ബെറ്റർ അച്ഛനായിരുന്നു എന്ന് പറയാണ്. ഓഹോ അങ്ങനെയാണോ? എങ്കിൽ ഞാൻ അങ്ങോട്ടൊന്ന് പോട്ടെ. എന്റെ അടുത്ത് ഭരണം എടുക്കാൻ വരില്ല. ആ അതെ ധർമ്മമ്മ നേരിട്ട് പോകുമ്പോ മനസ്സിലാവും കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആകാശ് അവിടെ നിന്ന് പോവാട്ടോ ഉള്ളിയുടെ മുളകിന്റെ ഒക്കെ കാര്യം പറയാനായിട്ട്. ധർമ്മം കടയിലേക്ക് വരുമ്പോഴേക്കും ദേവി ധർമ്മനടുത്ത് കത്തി കയറുകയാണ്. അതെ ധർമ്മമാമ ദേ ഇങ്ങനെ തോന്നിയ സമയത്ത് വരാൻ പറ്റുമെന്നിട്ടും വേണ്ടി ധർമ്മനോടും വഴക്ക് ഉണ്ടാക്കാട്ടോ. ധർമ്മൻ എന്ത് പറയണമെന്ന് അറിയില്ല. ഇത് എന്ത് സാധനം ഇത് എന്ന രീതിയിൽ ധർമ്മനും വാ പൊളിച്ചിരിക്കുക. പക്ഷെ ദേവിയുടെ ഉള്ളിൽ എന്താണെന്നറിയാവോ? എന്റെ ബാലചൻ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച കടയാണ് 2-3 ദിവസത്തേക്ക്. അപ്പൊ നല്ല രീതിയിൽ ഞാൻ തന്നെ നോക്കി നടത്തണം എന്ന രീതിയാട്ടോ നമ്മുടെ ദേവിക്ക്. ആകാശാണെങ്കിൽ പാവം ആ വെയിലത്തെ ഡീലറെ പോയി കണ്ട് അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും സവാളയൊക്കെ എടുത്തു വെച്ചിരിക്കുകയാണ്. ദേവി പറയാനുണ്ട് വിളിക്കുന്നു കേട്ടോ. ആ ആകാശ് ഉരുളക്കിഴങ്ങും സവാളയൊക്കെ ഓക്കെ ആയോ? എല്ലാം ഓക്കെ. അവര് കൊണ്ടുവന്ന് തന്നോളും. ഇവിടെ ഉരുളക്കിഴങ്ങ് ഇല്ല ഇപ്പോ, വേഗം കൊണ്ടു തരാൻ പറ. അയ്യോ അവര് പിന്നെ കൊണ്ടു തന്നോളും ദേവി എടുത്തി, രാത്രി കൊണ്ടു തരും. അതൊന്നും പറ്റില്ല, ഉരുളക്കിഴങ്ങ് തീർന്നിരിക്കുക. ആകാശം ഒരു കാര്യം ചെയ്, അതെടുത്തോണ്ട് കൂടെ പോര് എന്ന് പറയാണ്. ഞാനോ? അതെ വേറെ ആര്? ആകാശ് പോയെടുത്തോണ്ടേ. ഭാരം ചുമന്നു വെച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ, ഉരുളക്കിഴങ്ങും സവാളയല്ലേ, അല്ലാണ്ട് വേറെ ഗ്യാസ് കുറ്റിയൊന്നും അല്ലല്ലോ, എടുത്തോണ്ട് വാ, കുറച്ചല്ലേ ഉള്ളൂ എന്നൊക്കെ പറയണം. അങ്ങനെ ആകാശിനെ കൊണ്ട് മാട് പോലെ പണിയെടുപ്പിക്കുകയാണ് നമ്മുടെ ദേവി കേട്ടോ. അത് മാത്രമല്ല ധർമ്മനെ കൊണ്ടും പണിയെടുപ്പിക്കുന്നുണ്ട്. പക്ഷെ രാമേട്ടൻ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം ദേവി അത്രമാത്രം നല്ല രീതിയിൽ തന്നെ കട മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് രാമേട്ടനൊരു ഇതട്ടോ. അങ്ങനെ രാമേട്ടനാണെങ്കിൽ ബാലനെ വിളിച്ചിങ്ങനെ പറയുന്നുണ്ട്. ബാല നീ പേടിക്കൊന്നും വേണ്ട. നീ ഒരാഴ്ചയോ 1 മാസോ 2 മാസോ റെസ്റ്റ് എടുത്താലും കുഴപ്പമില്ല. ദേവിമോള് നല്ല രീതിയിലാ കട കൊണ്ടുപോണത്. നീ കൊണ്ടുപോണേക്കാളും നല്ല ബെസ്റ്റ് രീതിയിൽ കട കൊണ്ടുപോണ കണ്ടാലേ ഇതിനു മുമ്പ് നല്ല എക്സ്പീരിയൻസ് ആണെന്ന് തോന്നും. ആ രീതിയിലാ. ഓഹോ അങ്ങനെയാണോ? പിന്നെ അല്ലാതെ അങ്ങനെയാണെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ല ബാല, നീ പേടിക്കോ വേണ്ട. പിന്നെ ഞാനുണ്ടല്ലോ, സത്യം പറഞ്ഞ ദേവിമോളുടെ ഓരോരോ സംസാരം കേൾക്കുമ്പോഴേ നമ്മളും തന്നെ ഇതായിപ്പോ. ആകാശം ധർമ്മനൊക്കെ വരച്ച വരയിലല്ലേ ഇത്തണത്. മിടുക്കി അവള്, മിടുക്കി എന്ന് പറയാൻ ബാലിന് സന്തോഷാവാട്ടോ. ബാലിന് ഈ കാര്യം ഗോമതി അടുത്ത് പണ്ട്, ഗോമതി ദേവിമോള് കട പൊളിച്ചെടുക്കുവാട്ടോ. പൊളിച്ചോ അവളത്? എന്റെ ഗോമതി അതല്ല, അവളവിടുത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണമെന്ന് ദേ രാമേട്ടൻ വിളിച്ചു പറഞ്ഞു. ഓ അതാണോ? ബാലേട്ടൻ ശരിയായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കടയിൽ പോകാൻ നോക്ക്. അയ്യോ ഞാൻ പോയില്ലെങ്കിലും കുഴപ്പമില്ല, നിന്നെക്കാളും നന്നായിട്ട് ദേവിമോള് നോക്കുന്നുണ്ടെന്ന്. അത് പറഞ്ഞെങ്കിൽ ശരിയാവും, ബാലേട്ടൻ തന്നെ അവിടെ ഇരുന്നാ മതി. എന്റെ ഗോമതി എന്തായാലും എനിക്കിപ്പോഴും സമാധാനമുണ്ട്. എനിക്ക് 2-3 ദിവസം റെസ്റ്റ് എടുക്കേണ്ടി വന്നാലോ ദേവിമോൾ എല്ലാ കാര്യങ്ങളും ചെയ്തു. ഡീലറെ വിളിച്ച് സാധനങ്ങൾ വരെ എത്തിച്ചു എന്നാ പറഞ്ഞത്. പിന്നെ ആകാശിനും ധർമ്മനൊക്കെ മടിയൊന്ന് മാറ്റി എല്ലാം നല്ല രീതിയിൽ ദേവിമോള് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയാണ്. അങ്ങനെ ദേവിനെ തലയിലെടുത്ത് വെക്കാട്ടെ ബാലൻ. കാരണം ദേവി എടുത്ത് കടയിൽ തന്നെ ഇരുന്നോ, ഇനി വേറെ എവിടെയും പോകണ്ട എന്ന രീതിയിലാണ് ബാലൻ നിൽക്കുന്നത്. കാരണം ദേവിക്ക് ആ കടം കൂടെ കൊടുത്തു ബാലൻ. ആ രീതിയിലാണ്. പാവ ആകാശാണെങ്കിൽ ചുമട് പണിയോട് പണിയാണ്. എന്തായാലും ആകാശം ദേവി തമ്മിൽ നല്ല ഫൈറ്റ് ആണ് നടക്കാൻ പോണത്. പിന്നെ മീനാക്ഷി ഇടപെടും. കാരണം തന്റെ ഭർത്താവിന് ഒരു വേലക്കാരനെ പോലെ കണ്ട മീനാക്ഷിക്ക് സഹിക്കില്ലല്ലോ. മീനാക്ഷി അതിലിടപെടും. എന്തായാലും അടിപൊളി ഭാഗമാണ് ഇനി വരാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.